ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആവോലി മീൻ കറിയുടെ റെസിപ്പിയാണ്. ഒരു 1/2 കിലോ ആവോലി മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ വൃത്തിയാക്കാം. കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റിയായ കറിയാണ് ആവോലി മീൻ കറി. ഇതിൻ്റെ ചിറകെല്ലാം നന്നായി നമുക്ക് കട്ട് ചെയ്ത് അത് വൃത്തിയാക്കാവുന്നതാണ്. അത് കട്ട് ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അതിൻ്റെ മുള്ളെല്ലാം എളുപ്പത്തിൽ കട്ടായിക്കോളും. നല്ല സോഫ്റ്റായ ഒരു മീനാണ് ആവോലി മീൻ. ഇത് ചെറിയ കഷണങ്ങളായി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് കറി വയ്ക്കുന്നവർക്കൊക്കെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെ അകത്തുള്ള വേസ്റ്റ് എല്ലാം എടുത്ത് കളയാവുന്നതാണ്. അതിൻ്റെ ചെകിളയൊക്കെ വിരിച്ച് കളയാവുന്നതാണ്. നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവ് കുറച്ച് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട്. ഒരു അരമുറി തേങ്ങ ചിരുകി പാലെടുക്കുക. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പാല് ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനൊരു 10 ചെറിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് വയ്ക്കാം. വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ട് കോക്കാൻ വയ്ക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഒരു 3 വറ്റൽമുളക്, ഒരു 4 ഇതള് കറിവേപ്പില, ഇട്ട് ചേർത്ത് നമുക്ക് കടുക് വറുക്കാം. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 10 ചെറിയ ഉള്ളി നീളത്തിന് പൊളന്നെടുത്തതാണ്. അതും ഒരു 2 പച്ചമുളക്, മണമുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ മീൻകറിക്കൊക്കെ നല്ല ഒരു മണം കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് കപ്പയും കൂടി ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നു. 1 കിലോ കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി അടുപ്പിൽ വെച്ചു. നമ്മുടെ ചുമന്ന ഉള്ളി ഒന്ന് ചുമന്ന് വരണം.
ഉള്ളിയും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ഒന്ന് ചുമന്ന് വരണം. ഒരുപാട് ചുമക്കണ്ട, ഏകദേശം ഒന്ന് വഴണ്ട് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടി ഇളക്കി വച്ചിരിക്കുന്ന പൊടി അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ആ എണ്ണയിലും ഉള്ളിയിലൊക്കെ കിടന്ന് ഒന്ന് വഴണ്ട് വരണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ്, വാളം പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു നെല്ലിക്ക, ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ, അത് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് ഒന്നും കൂടി വഴറ്റാവുന്നതാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കാം. കുറച്ച് വെള്ളം കൂടി, ആ പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടി എടുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിലാവശ്യമായ ഉപ്പ് ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. നമ്മുടെ കപ്പ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. മീൻ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ്. ആവോലിയുടെ തലയും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതാണ്. ഒരു തവി ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കപ്പ നന്നായി തിളച്ച് തുടങ്ങി. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അര ടീസ്പൂൺ ഉലുവ നമ്മുടെ മീൻ കറിയിലേക്ക് ചേർക്കാം. ഇനി കപ്പയ്ക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. 1 ചിരക തേങ്ങയും 2 അല്ലി വെളുത്തുള്ളിയും 1 പച്ചമുളകും, അര ടീസ്പൂൺ ജീരകവും, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ കപ്പ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാവുന്നതാണ്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇളക്കാവുന്നതാണ്. ഒരു കയ്യിൽ ഉപയോഗിച്ച് നന്നായി ഇളക്കണം. ഇളക്കി ഒന്ന് ഉടച്ചെടുക്കാം.
നമ്മുടെ മീൻ കറി ഏകദേശം വറ്റി തുടങ്ങിയിരിക്കുന്നു. നന്നായി വറ്റി തുടങ്ങി. ഇനി തീ ഓഫാക്കാവുന്നതാണ്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് കപ്പയും നമ്മുടെ ആവോലിയുടെ തലയും കഷ്ണവും പാത്രത്തിലേക്ക് മാറ്റുന്നു. നല്ല ടേസ്റ്റുള്ള മീനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുറച്ച് കറിയൊക്കെ അതിലേക്ക് ഒഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് അറിയിക്കണം. താങ്ക് യു.